Welcome you all to the new session of the new module on QT for S5 BBA students. Our new module is transportation techniques. In this module, we have to study the formulation of transportation problem, then solution by northwest corner rule, least cost method, Vogel's approximation method, and the testing of optimality by the modified distribution method. Then also the problems related with assignment, Hungarian method, etc. Transportation problem. Transportation problem, we mean it's a special type of linear programming problem where the objective consists in minimizing transportation cost of a given commodity from a number of sources or origins to a number of destinations. So, transportation problem എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ് ഓഫ് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്തത് കൊണ്ടാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു പേര് ഈ ഒരു ടെക്നിക്കിന് കിട്ടിയത്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മിനിമൈസ് ചെയ്യുക. നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ ഗതാഗതം, അതാണ് നമ്മുടെ അതിൻ്റെ മലയാളം മീനിങ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു കാര്യം ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സോഴ്സ് ഓഫ് ഒറിജിനിൽ നിന്ന് അത് എത്തിച്ചേരേണ്ട ആൾക്കാരുടെ അടുത്ത് എത്തിച്ചേർക്കുന്നതിനെയാണ് നമ്മൾ ആ ഒരു വേ ആണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ആ ഒരു ഐറ്റം അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ക്യാരി ഓൺ ചെയ്ത് കൊണ്ട് എത്തിക്കുന്നതിന് ഇൻകർ ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനകത്ത് മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു സോഴ്സും ഉണ്ട് ഡെസ്റ്റിനേഷനും ഉണ്ട്. സോ സോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സപ്ലൈ, അതായത് സോഴ്സ് ചെയ്യുന്നത് ഡെസ്റ്റിനേഷനിലുള്ള ഡിമാൻഡിന് ഈക്വൽ ആയിരിക്കണം എപ്പോഴും. അങ്ങനെ ഈക്വൽ ആയാലേ നമുക്കതൊരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണെന്ന് പറയാനായിട്ട് പറ്റും. ഈ ഒരു മെട്രിക്സിൽ സോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് റോസ് വെച്ചിട്ടും ഡെസ്റ്റിനേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് കോളം വെച്ചിട്ടുമാണ്. റോയും കോളം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണം? ഇല്ലല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ എം എന്ന് പറയുന്ന ലെറ്റർ റോസിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ എൻ എന്ന് പറയുന്ന ലെറ്ററാണ് നമ്മൾ കോളംസിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടും സ്മോൾ ലെറ്റേഴ്സാണ്. ആൻഡ് ദ അലോക്കേഷൻസ് മസ്റ്റ് ബി എം പ്ലസ് എൻ മൈനസ് 1. അതായത് നമ്മൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ മെട്രിക്സിനകത്ത് ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. നമ്മൾ സപ്ലൈയും ഡിമാൻഡും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഓരോ കോസ്റ്റിനും സപ്ലൈയിൽ നിന്ന്, അതായത് സോഴ്സിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള ഓരോ കോസ്റ്റിനും ഓരോ അലോക്കേഷൻസ് നമ്മൾ നടത്തും. ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ ഓരോ റെഡ്യൂസ്ഡ് മെട്രിക്സും കൺസ്ട്രക്ട് ചെയ്ത് ലാസ്റ്റ് വരുമ്പോൾ നമ്മൾ അലോക്കേഷൻസിനെ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ആ അലോക്കേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1. അതായത് എം റോസും എൻ കോളംസും ആണ്. റോയുടെയും കോളത്തിൻ്റെയും സമ്മിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കണം അവിടുത്തെ ടോട്ടൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4 റോസും 3 കോളംസും ആണ് ഉള്ളതെങ്കിൽ 4 പ്ലസ് 3 7 ആണ്, -1 6 അലോക്കേഷൻ നമുക്കതിനകത്ത് ലാസ്റ്റ് ടോട്ടൽ കിട്ടണം. മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ബേസിക് നൊട്ടേഷൻസ് ആണ്. എം ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സോഴ്സസ്, ദാറ്റ് മീൻസ് ഐ ആണ് സോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ദാറ്റ്സ് ഫ്രം 1 to m. ദെൻ എൻ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡെസ്റ്റിനേഷൻസ്, ദാറ്റ് മീൻസ് ജെ ആണ് ഡെസ്റ്റിനേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ദാറ്റ്സ് ഫ്രം 1 to n. Cij represents the unit cost of transport from ith source to jth destination. ആ ഒരു കോസ്റ്റ് നമ്മൾ ഐ എന്ന് പറയുന്ന സോഴ്സിൽ നിന്ന് ജെ എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റ് കോസ്റ്റ് ആണ് Cij എങ്കിൽ ആ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ith സോഴ്സിൽ നിന്ന് jth ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എമൗണ്ട് ആണ് Xij. ദെൻ ith സോഴ്സിലെ സപ്ലൈ ഡിനോട്ട് ചെയ്യുന്നത് AI, jth ഡെസ്റ്റിനേഷനിലെ ഡിമാൻഡിനെ ഡിനോട്ട് ചെയ്യുന്നത് BJ.
ഞാൻ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നത് മെയിനായിട്ടും കോസ്റ്റ് മിനിമൈസ് ചെയ്യുക എന്നുള്ള ഒരു ഒബ്ജക്റ്റീവോട് കൂടിയാണ്. എന്നാൽ അത് മാത്രമല്ല അതിൻ്റെ ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്ക് അപ്ലൈ ചെയ്യുന്നത് ടൈം മിനിമൈസിങ് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാം, ഡിസ്റ്റൻസ് മിനിമൈസിങ്ങിൽ അപ്ലൈ ചെയ്യാം, പ്രോഫിറ്റ് മാക്സിമൈസേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, the application of transportation techniques എന്ന് പറയുന്നത് for cost minimizing, time minimizing and distance minimizing where profit is maximizing. നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് മിനിമൈസിങ് ആണോ മാക്സിമൈസിങ് ആണോ എന്ന് മനസ്സിലാക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ ഡിനോട്ട് ചെയ്യുന്നത് ടൈമിനെയോ ഡിസ്റ്റൻസിനെയോ കോസ്റ്റിനെയോ ആണോ എങ്കിൽ നമ്മൾ അത് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. ഇൻ കേസ് പ്രോഫിറ്റ്സോ സെയിൽസിനെ പറ്റിയാണോ ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അതൊരു മാക്സിമൈസ്ഡ് പ്രോബ്ലമാണ്. നമ്മളതിനെ മിനിമൈസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം ബാക്കി ചെയ്യാൻ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ. ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഈ തന്നിരിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു, ഒരു ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ സോഴ്സിൽ നിന്ന് ഒരു പ്രോഡക്റ്റിനെയോ എന്തിനെങ്കിലും അതിൻ്റെ സോഴ്സ് ഓഫ് ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേർക്കുന്ന ആ ഒരു വേ ആണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ അതിൻ്റെ ഒറിജിനെ O കൊണ്ട് ഡിനോട്ട് ചെയ്താൽ O1, O2 അപ് ടു OM വരെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഡെസ്റ്റിനേഷനെ നമ്മൾ D1, D2, D3 അങ്ങനെ DN വരെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റിയെ അതിൻ്റെ ഒറിജിനൽ പ്രൊഡ്യൂസ് ചെയ്ത ക്വാണ്ടിറ്റിയെ നമ്മൾ A1, A2 അപ് ടു AM വരെയും അതിൻ്റെ റിക്വയർമെൻറ്റ്സിനെ, അതായത് ഡെസ്റ്റിനേഷനിൽ റിക്വേർഡ് ആയിട്ടുള്ളതിനെ നമ്മൾ B1, B2, B3 അപ് ടു BN വരെയും ഡിനോട്ട് ചെയ്യും. സോ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് റിലേറ്റഡ് വിത്ത് ഒറിജിനാണ്, ഡെസ്റ്റിനേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത് റിക്വയർമെൻറ്റ്സ് ആണ്. ഓക്കെ, സോ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു ടെക്നിക്കിനകത്ത് പറയുന്നത് the total quantity produced and the total quantity required must be equal. It must be equal in all cases. That means A1 plus A2 plus A3 up to AM is equal to B1 plus B2 plus B3 up to BN. അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ A is equal to സിഗ്മ B. സിഗ്മ A എന്ന് പറയുന്നത് എയുടെ സമ്മും സിഗ്മ ബി എന്ന് പറയുന്നത് ബിയുടെ സം. സോ അതിൻ്റെ രണ്ടിൻ്റെയും സം എപ്പോഴും ഈക്വൽ ആയിരിക്കണം. ദാറ്റ് മീൻസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി റിക്വയർഡ് മസ്റ്റ് ബി ഈക്വൽ ഇൻ ഓൾ കേസസ്. ദെൻ ഇൻ ദിസ് ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ ലെറ്റ് CIJ എന്ന് പറഞ്ഞാൽ I എന്ന് പറഞ്ഞാൽ ഒറിജിനെ നമ്മൾ ഡിനോട്ട് ചെയ്യും, J എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷനെ ഡിനോട്ട് ചെയ്യും. സോ C എന്ന് പറയുമ്പോൾ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് 1 യൂണിറ്റ് ഫ്രം ദ ith ഒറിജിൻ ടു jth ഡെസ്റ്റിനേഷൻ. I എന്ന് പറയുന്ന ഒറിജിനിൽ നിന്ന് J എന്ന് പറയുന്ന ഡെസ്റ്റിനേഷനിലേക്ക് 1 യൂണിറ്റ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കോസ്റ്റാണ് CIJ. നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് പറഞ്ഞ ആ ഒരു ഇൻഫോർമേഷനെ നമ്മൾ മെട്രിക്സ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ഇതുപോലെ ഒരു ടേബിൾ കിട്ടും. ഇതിൽ D1, D2 എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്റ്റിനേഷൻ, O1, O2, OI അപ് ടു OM എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനാണ്. ഒറിജിൻ നമ്മൾ റോയിലും ഡെസ്റ്റിനേഷൻ നമ്മൾ കോളത്തിലുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹൊറിസോണ്ടലി നമ്മൾ എഴുതുന്നത് റോയും വെർട്ടിക്കലി നമ്മൾ എഴുതുന്നത് കോളവുമാണ്. സോ ഒറിജിന് റെപ്രസെൻ്റ് അല്ലെങ്കിൽ ഒറിജിനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അവൈലബിളും ഡെസ്റ്റിനേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നത് റിക്വയർഡും ആയിരിക്കും. സോ അതാണ് ഒറിജിന് നേരെ A1, A2, AI അപ് ടു AM വരെ എഴുതിയിരിക്കുന്നത്. D1, D2, DJ, DN ഡെസ്റ്റിനേഷൻ്റെ നേരെ നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള B1, B2, BJ അപ് ടു BN വരെ എഴുതിയിരിക്കുന്നത്. സോ ഇനി നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് C11, C12, CIJ അങ്ങനെ കിടക്കുന്നില്ല. അത് എഴുതുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സെല്ലും, അതായത് നമുക്കറിയാം ഒരു റോയുടെയും ഒരു കോളത്തിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ സെല്ലെന്ന് പറയുന്നത്. ഈ ഓരോ സെല്ലിലും നമ്മൾ അതിനകത്തുള്ള കോസ്റ്റിനെയാണ് C കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് സെല്ല് നമ്മൾ എടുക്കുകയാണെങ്കിൽ O1 എന്ന് പറയുന്ന
ഒറിജിനിൽ D1 എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ്റെ കോസ്റ്റ്. O1 മുതൽ D1 വരെ എത്താനുള്ള കോസ്റ്റാണ് C11. ഫസ്റ്റ് നമ്മൾ റോയെ റെപ്രസെൻറ്റ് ചെയ്യുക, ദെൻ നമ്മൾ കോളത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ ഞാനിപ്പോൾ അതിൽ തന്നെ എൻ്റെ തൊട്ട് താഴത്തെ സെല്ല് എടുക്കുകയാണെങ്കിൽ C21 എന്നാണ് അതിൻ്റെ നെയിം. അതായത് സെക്കൻഡ് ഒറിജിനിൽ നിന്ന് ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള കോസ്റ്റ്. അങ്ങനെയാണ് നമ്മൾ അതിനകത്ത് എഴുതിയേക്കുന്ന ഓരോ സിയും ഓരോ ഒറിജിനിൽ നിന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസ്റ്റിനേഷനിൽ എത്താനുള്ള കോസ്റ്റാണ് അതിനകത്ത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. So this form of matrix we known as transportation table or cost effectiveness matrix. Here sigma AI, that means the total available must be equal to sigma BJ, that means total requirements. Next we are going to study about the steps. What are the steps involved in solving a transportation problem? മെയിനായിട്ട് 5 സ്റ്റെപ്സാണുള്ളത്. ഈസിയാണ് ഈ സ്റ്റെപ്സ് മനസ്സിലാക്കാനായിട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റപ്പ് എ ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ വിത്ത് M rows representing the origins and N columns representing the destination. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയുടെ ബേസിസിൽ നമ്മൾ M റോസും N കോളംസും, M റോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒറിജിനെ റെപ്രസെൻറ്റ് ചെയ്യും, കോളംസ് എന്ന് പറയുമ്പോൾ ഡെസ്റ്റിനേഷനെ റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടൊരു ടേബിള് വരയ്ക്കുക. Then develop an initial feasible solution to the problem. ആ പ്രോബ്ലത്തിന് നമ്മൾ പിന്നെ എന്ത് ഡെവലപ്പ് ചെയ്യണം? ഒരു ഫീസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ, ഇനിഷ്യലി ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഡെവലപ്പ് ചെയ്യുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്സ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. Then third one, test whether the solution is optimal or not. നമ്മൾ ഇനിഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ടു ടെസ്റ്റ് ഇറ്റ്സ് ഒപ്റ്റിമാലിറ്റി. ആ ഒരു സൊല്യൂഷൻ നമ്മുടെ ആ ഒരു ടെക്നിക്കിന് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് ഓപ്റ്റിമൽ ആണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യുക. അതിനും കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ വഴിയെ പഠിക്കും. ദെൻ if the solution is not optimal, modify the allocation. അതായത് നമ്മൾ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്തു, നമ്മൾ ഇനിഷ്യലി ഡെവലപ്പ് ചെയ്ത ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ അല്ലേ എന്ന് ടെസ്റ്റ് ചെയ്തു. ഓപ്റ്റിമൽ ആണെങ്കിൽ ഓക്കെ വി ക്യാൻ അക്സെപ്റ്റ് ഇറ്റ്. അല്ല, ഓപ്റ്റിമൽ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അലോക്കേഷൻസ് മോഡിഫൈ ചെയ്തുകൊണ്ട് ഓപ്റ്റിമൽ ആക്കാൻ നോക്കണം. അപ്പോൾ നമ്മൾ വീണ്ടും ഓപ്റ്റിമൽ അല്ല എന്ന് മനസ്സിലായി, നമ്മൾ റീ അലോക്കേറ്റ് ചെയ്തു. നേരത്തെ കൊടുത്ത സെല്ലിൽ നിന്നല്ലാതെ മാറ്റി വേറെ സെല്ലിൽ അലോക്കേഷൻസ് നടത്തി എഗെയിൻ നമ്മൾ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഓപ്റ്റിമലായി എങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. അല്ല, വീണ്ടും നോട്ട് ഓപ്റ്റിമൽ ആണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ വീണ്ടും ആ സ്റ്റെപ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഓരോ സെല്ലിലും അലോക്കേഷൻസ് മാറ്റി റീ അലോക്കേഷൻ നടത്തിക്കൊണ്ട് എപ്പോഴാണോ നമ്മൾ കണ്ടെത്തിയ സൊല്യൂഷൻ ഓപ്റ്റിമലാക്കാൻ പറ്റുന്നത് അതുവരെ നമ്മൾ ആ മുന്നേ പറഞ്ഞ 2 സ്റ്റെപ്സ്, അതായത് 3ഉം 4ഉം സ്റ്റെപ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സോൾവിങ് എ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മൾ സെല്ലിനെ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കുന്നതാണ് ഈ നോട്ടിൽ തന്നിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഒറിജിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ റോസ്, അതായത് M എന്ന് പറയുന്ന ലെറ്റർ യൂസ് ചെയ്യും. ഡെസ്റ്റിനേഷനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ കോളം യൂസ് ചെയ്യും. നമ്മൾ N എന്ന് പറയുന്ന ലെറ്ററാണ് അതിനെ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്. സോ ആ സെല്ലപ്പോൾ M × N ആയിരിക്കും. ഓരോ സെല്ലിനും അതിൽ 2 നമ്പേഴ്സ്, അതായത് ആ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സെല്ലിൻ്റെ അഡ്രസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സെല്ല് തന്നെ ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു റോയുടെയും കോളത്തിൻ്റെയും ഇൻ്റർസെക്ഷനാണ്. സോ ആ ഒരു സെൽ അഡ്രസ്സ് പറയുമ്പോൾ നമ്മൾ റോയുടെ നെയിമും പറയും, അല്ലെങ്കിൽ റോയുടെ നമ്പറും പറയും, കോളത്തിൻ്റെ നമ്പറും പറയും. ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നത് സെൽ 2,3 എന്ന് കൊടുത്താൽ സെക്കൻഡ് റോയിലും തേർഡ് കോളത്തിലും വരുന്ന സെല്ലെന്നാണ് അതിൻ്റെ മീനിങ്.